ഒരു കാര്യം സത്യമാണ്, അദ്ദേഹം നാട്ടിലേക്ക് കേരളത്തിൽ വന്നിട്ടും ഈ 12 മണിക്കും രാത്രി നമ്മുടെ കൂടെ ആയിരിക്കാൻ കർത്താവ് കൃപ തന്നു. ഇന്ന് സൂമില് അതിൽ കടന്നു വന്ന എല്ലാവരും അടുത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ധ്വനി ഇനിയും ശക്തമായി ലോകത്തിൽ 5 അനുഗ്രഹ കർത്താവ് വേല ചെയ്യുന്ന ദൈവദാസന്മാരെ ബലപ്പെടുത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. GCC, സൗദി അറേബ്യ, UAE, കുവൈത്ത്, ഒമാൻ, ഖത്തർ, ബഹ്റിനിലെ പ്രാർത്ഥന ധ്വനിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന പാഷ ജെയ്സൺ, പ്രത്യേകിച്ച് ഇവാൻസ് സജി ജോൺ, കോർഡിനേറ്റർ ആയിരിക്കുന്ന ശ്യാംചൻ, അതുപോലെ തന്നെ അനീഷ്, ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം പ്രയർ കോർഡിനേറ്റേഴ്സ് ഉണ്ട്, സോങ്സ് കോർഡിനേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥന മിഷനറി ചെയ്യുന്ന മിഷൻ കോർഡിനേറ്റർ ഉണ്ട്. അവരെല്ലാം എടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരങ്ങളെ ഏൽപ്പിക്കുക. ഈ ദിവസങ്ങളിൽ കർത്താവ് ശക്തമായി സഹായിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക. ഈ വിഷയങ്ങളോർത്ത് ദൈവത്തിന്റെ ആത്മ പേരിപ്പിക്കുന്ന ഒരാൾക്ക് ചുരുക്കമായി പ്രാർത്ഥിക്കാം. പെട്ടെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ദൈവമേ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവമേ, നല്ല ഈ രാത്രി സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. ദൈവമേ കർത്താവെ, പ്രിയ മധുച്ചായം പറഞ്ഞ വിഷയങ്ങളെയൊക്കെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതിനു മുമ്പായിട്ട് ദൈവമേ, പ്രിയ കർത്തൃദാസനിലൂടെ കേട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു, നമ്മൾ എന്ത് അപേക്ഷിക്കുന്നു, അതിനൊക്കെ ദൈവമേ കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് ഉത്തരം നൽകുന്ന ദൈവമാണെന്നുള്ളത് ദൈവമേ ഞങ്ങൾ പൂർണ്ണമായി അറിയുന്നു, പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങ് ജീവനുള്ള ദൈവമാണ്. ആ ജീവനുള്ള ദൈവത്തെ ദൈവം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ നന്മയും അനുഗ്രഹവും ദൈവമേ നൽകി തരുവാൻ അങ്ങ് മതിയായവനാണെന്ന് ദൈവം ഞങ്ങൾ പൂർണ്ണമായി അറിയുന്നു. ദൈവമേ കർത്താവെ, തീർച്ചയായിട്ടും ദൈവമേ ആ ഒരു വിശ്വാസത്തോടെ ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആയിരിക്കുന്ന സാഹചര്യങ്ങളെ അങ്ങ് അറിയുന്നു, ഞങ്ങളുടെ അവസ്ഥകളെ അങ്ങ് അറിയുന്ന ദൈവമാണ്. ദൈവം ഞങ്ങളുടെ അവസ്ഥകളുടെ മേൽ പ്രവർത്തിക്കുന്ന നല്ല ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. ദൈവമേ, പ്രിയ മധുച്ചായം പറഞ്ഞതുപോലെ കർത്താവെ, പ്രിയ ദൈവമേ ഇവിടുത്തെ ചെയർമാൻ ആയിരിക്കുന്ന ദൈവമേ ജെയ്സൺ പാസ്റ്ററിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയ ദേവദാസനെ കുടുംബമായിട്ട് അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. ഈ പ്രാർത്ഥനാ ധ്വനിയുടെ പ്രവർത്തനങ്ങളിൽ തന്റെ മകന് ദൈവമേ കർത്താവെ കൊടുക്കുന്ന നേതൃത്വത്തിനായി സ്തോത്രം. തന്റെ മകന് ദൈവമേ കർത്താവെ വേണ്ടുന്ന നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ദൈവമേ ആ കുടുംബത്തിന് മേലും തന്റെ മകന്റെ മേലും ദൈവമേ അങ്ങ് പകരുമാറാകണമേ. തുറന്നും പ്രാർത്ഥനാ ധ്വനിയെ കർത്താവെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ദൈവമേ പ്രിയ കർത്തൃദാസനെ അങ്ങ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതിന്റെ ഒരു കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന പ്രിയ സാമച്ചാനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കണം, സഹായിക്കണമേ. വേണ്ടുന്ന നന്മകളും അഭിവൃദ്ധിയും ഒക്കെ തന്റെ മകന്റെ ജീവിതത്തിലും അങ്ങ് നൽകി കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേന്റെ പ്രയർ കോർഡിനേറ്ററായിട്ട് ദൈവമേ കർത്താവ് സേവനം അനുഷ്ഠിക്കുന്ന പ്രിയ മധുച്ചായനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെ അങ്ങ് അനുഗ്രഹിക്കണമേ. ആ അവസ്ഥകളെയൊക്കെ അങ്ങ് അറിയുന്നുവല്ലോ, ആവശ്യങ്ങളെ അങ്ങ് അറിയുന്നുവല്ലോ. ദൈവത്തിന്റെ വലിയ കൃപയും ദൈവത്തിന്റെ വലിയ ഒരു പ്രവൃത്തിയും തന്റെ മകന്റെ ആ കുടുംബത്തിന്റെ ജീവിതത്തിന്മേൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ കർത്താവെ, ആന്റിയെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. മക്കളെ, മോനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഓസ്ട്രേലിയയിലൊക്കെ ആയിരിക്കുന്നുവല്ലോ. ദൈവമേ കർത്താവേ, ദൈവത്തിന്റെ കൃപ തന്റെ മകന്റെ കുഞ്ഞിന്റെ മേൽ ഉണ്ടാകുമാറാകണം. ആയിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തിന്റെ വലിയ കൃപ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രാർത്ഥനാ മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവേ, അവരേത് വിഷയത്തിലായിരിക്കുന്നു, എന്ത് പ്രശ്നത്തിലൂടെ അവർ കടന്നു പോകുന്നു, ഏത് പ്രയാസത്തിലൂടെ അവർ കടന്നു പോകുന്നു, ദൈവമേ കർത്താവേ, അത് അടിയൻ അറിയുന്നില്ലെങ്കിലും അങ്ങെല്ലാം അറിയുന്ന ദൈവമാണ്. ദൈവമേ, അവരുടെ ഓരോ വ്യക്തിപരമായ ആവശ്യങ്ങളുടെ മേലും ദൈവത്തിന്റെ വലിയ കൃപ പകരുമാറാകണമേ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അവർ ഓരോ നിമിഷവും രുചിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിലൂടെ കേട്ടാ ദൈവമേ, അതേ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് ദൈവം ഞങ്ങളുടെ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഒരു അത്ഭുതം ദൈവമേ കർത്താവ് ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും ദൈവമേ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങളെന്ന് പലതും ദൈവമേ നമുക്ക് നോക്കുമ്പോൾ ദൈവമേ തോന്നുമെങ്കിലും കർത്താവെ സകലവും സാധ്യമാക്കി തരുവാൻ ദൈവമേ കർത്താവെ അങ്ങ് മതിയായവനാണ്. ആ മതിയായവനിലേക്ക് ദൈവമേ ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തി ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകളെ എല്ലാം ചെവിക്കൊണ്ട് അങ്ങ് അനുഗ്രഹിച്ച് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. സകലവും യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കേട്ട് ഉത്തരമല്ലണമേ. ആമേൻ. കർത്താവ് നമ്മളെ പ്രാർത്ഥന കേട്ട് കർത്താവ് നമ്മളെ പ്രാർത്ഥന ധ്വനി അനുഗ്രഹിക്കാൻ ബെൻസൺ ദാനിയലിനും സിസ്റ്റർ ബിന്ദു ബെൻസൺ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോകുന്നോടത്ത് നമുക്ക് കരങ്ങളോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 16 ചാപ്റ്റർ കർത്താവ് വേലയും ദൈവദാസന്മാരെ ശക്തമായി നിർത്തുവാനും ബഹ്റിൻ ചാപ്റ്ററും കുവൈറ്റ് ചാപ്റ്ററും സൗദി അറേബ്യ ചാപ്റ്ററും ഒമാൻ, ഖത്തർ,
UAE അവിടെയൊക്കെ കർത്താവ് ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഗുജറാത്തിലുള്ള പ്രവർത്തനങ്ങളോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ ഇന്ത്യയോർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കും. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങൾ, 8 കേന്ദ്ര പ്രദേശങ്ങൾ, 7900 പട്ടണങ്ങൾ, 6,38,558 ഗ്രാമങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ 14 ജില്ലകൾ, പ്രത്യേകിച്ച് എത്രയോ ദൈവദാസന്മാർ ജയിലിന്റെ അകത്ത് കിടക്കുന്നല്ലോ. അവിടെ എല്ലാം ദൈവത്തിന്റെ കരം കാണാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപ കാണാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നും അനന്യമായിരിക്കും. നമുക്ക് അല്പസമയം ദൈവത്തെ എല്ലാ സ്റ്റേറ്റും, പ്രൈം മിനിസ്റ്റർ, അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് പാർലമെന്റ് മെമ്പേഴ്സ്, പ്രത്യേകിച്ച് നമ്മളെ ചീഫ് മിനിസ്റ്റേഴ്സ്, നമ്മുടെ പഞ്ചായത്ത് മെമ്പർ, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഗുജറാത്ത്, ജമ്മു കാശ്മീർ, ഡൽഹി, അതുപോലെ തന്നെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കേരളം, തമിഴ്നാട്, അവിടെ എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാമം നമ്മൾ കാണാത്ത അനേകം ജയിലിൽ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, ദൈവദാസൻ ഉപദ്രവിക്കുന്നല്ലോ. അവിടെയും ദൈവദാസൻ ഉപയോഗിക്കുന്നു. അവിടെയും ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകിച്ച് നമ്മളെ ഇറാനിൽ പ്രയാസം നടക്കുന്നു, അമേരിക്കയിൽ പ്രയാസം നടക്കുന്നു, ആഫ്രിക്കയിൽ നടക്കുന്നു, ഇസ്രായേൽ നടക്കുന്നു, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ, യൂറോപ്പ് രാജ്യങ്ങളിൽ അനേക ദൈവദാസന്മാരും എല്ലാത്തവരും അവിടെ എല്ലാം ദൈവം അവരെ സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയങ്ങൾ ഓർത്തുകൊണ്ട് ദൈവത്തിന്റെ ആത്മ പ്രേരിപ്പിക്കുന്നവരൊക്കെ ചുരുക്കമായി പെട്ടെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല പ്രിയ കർത്താവേ, നല്ല അനുഗ്രഹമേറിയ കർത്താവേ, രാത്രി വേളയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവേ, ബഹ്റിൻ ചാപ്റ്ററിന്റെ പ്രാർത്ഥന കർത്താവെ സംഗമത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധാനത്തിലായിരിക്കാൻ ദൈവം അവസരം തന്നല്ലോ. കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ ഈ ഐലൻഡിൽ കർത്താവെ അല്ലെങ്കിൽ വ്യക്തിയായി, കുടുംബമായി, സഭയായി കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ദാനമായി തന്നു. അത് ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി എല്ലാ തലത്തിലും വേണ്ട നന്മകളും അനുഗ്രഹങ്ങളും വന്നു. കർത്താവ് ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും ഞെരുക്കങ്ങളും ഭാരങ്ങളും ഒക്കെ വന്നു. എല്ലാ സമയത്തും കരുതുന്ന ഒരു കർത്താവ്, കൂടെയിരിക്കുന്ന ഒരു കർത്താവ്, ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല പിതാവ് ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. ഇന്ന് വരെ നടത്തിയല്ലോ കർത്താവെ, മേലാലും നടത്തുവാൻ ശക്തനായ ഒരു ദൈവത്തിൽ ഞങ്ങൾ ആശ്രയം വെക്കുന്നു. പ്രാപ്തനായ ഒരു ദൈവത്തിൽ ഞങ്ങൾ ആശ്രയം വെക്കുന്നു. സർവശക്തനായ ഒരു ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്ന കർത്താവെ, ഞങ്ങളെ ഒരിക്കലും ലജ്ജിപ്പിക്കാതെ വഴി നടത്തുന്ന നല്ലൊരു കർത്താവ് ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. ദൈവവചനം പറയുന്നത് പോലെ ഞങ്ങളുടെ അവസ്ഥകളും സാഹചര്യങ്ങളും ആരും അറിയുന്നില്ലെങ്കിലും അറിയുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. കർത്താവിന്റെ ദാസൻ ഞങ്ങളോട് ദൈവവചനത്തിലൂടെ ആധികാരികമായി സംസാരിച്ചല്ലോ കർത്താവെ. ഞെരുക്കങ്ങളും ഭാരങ്ങളും കർത്താവെ, പ്രതിസന്ധി, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ നിന്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ അവനെ സ്തുതിക്കും. ദൈവവചനം പറയുന്നത് പോലെ കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് സഹായിക്കുന്നത് ദാസനെ അനുഗ്രഹിച്ച് കുടുംബത്തെ എല്ലാ പ്രവർത്തനങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങൾ തന്നു പ്രാർത്ഥിക്കുന്നു. രാത്രികാലം ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയ ദൈവദാസൻ കർത്താവെ, മധു ദൈവദാസനായ സ്തോത്രം. ദാസൻ, കുടുംബം, മകനെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശ്രേഷ്ഠമായ വഴികളും വഴിത്താരകളും നന്മകളും കൊടുത്ത് മാനിക്കണമേ. അറ്റൻഡ് ചെയ്ത് ഞങ്ങളുടെ ദൈവദാസന്മാരുണ്ട് കർത്താവെ, ഞങ്ങളുടെ ബിജു പാസ്റ്ററുണ്ട് കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം കർത്താവെ, ഞങ്ങളുടെ ജെയ്സൺ പാസ്റ്ററുണ്ട് കർത്താവെ, മറ്റ് ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളുണ്ട്. ഞങ്ങളുടെ പ്രിയമായ ചുമതല വഹിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ നാളുകൾ ഒരുമിച്ച് കർത്താവ് ഞങ്ങൾക്കായിരിക്കാനും കർത്താവ് എല്ലാ നല്ല കർത്താവ് ആത്മീയ സ്നേഹബന്ധങ്ങൾക്കായി സ്തോത്രം. തുടർന്ന് ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ ദാസൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കായി സ്തോത്രം. പ്രത്യേകം ഞങ്ങളുടെ മാതൃരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 28 സംസ്ഥാനങ്ങൾ കർത്താവെ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, എല്ലാ കർത്താവെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ, അതിൻ്റെ ഉത്തരവാദിത്വത്തിലുള്ള പ്രിയപ്പെട്ടവർ, ഗവർണേഴ്സിനായി കർത്താവെ, ചീഫ് മിനിസ്റ്റേഴ്സിനായി, എല്ലാ മന്ത്രിമാർ, ഞങ്ങളുടെ പാർലമെന്റ് അംഗങ്ങൾ, അതോടൊപ്പം ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, പ്രസിഡന്റ് കർത്താവെ, അങ്ങനെ എല്ലാ ഞങ്ങളുടെ അധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. ദൈവം കൊടുക്കാതെ ഒരു അധികാരവും ആർക്കുമില്ല കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ മാതൃ സംസ്ഥാനത്തിനായി സ്തോത്രം. എല്ലാ ജില്ലകൾക്കായി സ്തോത്രം. വൃത്തിയാൽ കർത്താവെ, ദാസൻ ദൈവതാവെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ച വിഷയങ്ങൾക്കായി സ്തോത്രം. കർത്താവ്, അനേക ദൈവദാസന്മാർ വിവിധമായ സംസ്ഥാനങ്ങൾ കർത്താവെ ദൈവനാമത്തെ പ്രതി അവർ പീഡ അനുഭവിക്കുന്നു കർത്താവെ. അല്ലെങ്കിൽ നീ കർത്താവെ അങ്ങ് ആത്മാക്കളുടെ ഉടയവനെ, ഞങ്ങൾക്ക് കഴിയാത്തത്, ഞങ്ങൾക്ക് കർത്താവെ ചെയ്യുവാൻ സാധിക്കാത്തത് ഞങ്ങളുടെ ദൈവദാസന്മാരും ദൈവമക്കളും കർത്താവ് വിവിധമായ സ്ഥാനങ്ങളിൽ, അവസ്ഥകളിൽ, സാഹചര്യങ്ങളിൽ കർത്താവ് ദൈവനാമത്തിന് വേണ്ടി അവർ അത്യുദ്ധാനം ചെയ്യുന്നു. ഈ
ജീവനുള്ള സത്യദൈവത്തെ കണ്ടെത്തുവാൻ അനേകരെ ദൈവം ഒരുക്കണമേ കർത്താവേ. അല്ലെങ്കിൽ പട്ടണങ്ങളിൽ കർത്താവേ, ഗ്രാമങ്ങളിൽ, ആദിവാസി മേഖലകളിൽ, വനാന്തരങ്ങളിൽ, അങ്ങനെ കർത്താവേ അനേക ഇടങ്ങളിൽ ഞങ്ങളുടെ ദൈവദാസന്മാർ കർത്താവേ ഹല്ലേലൂയാ സ്തോത്രം, അവർ ആത്മാർത്ഥമായി അവർ കർത്താവേ സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അനേകർ പീഡയിലൂടെ കടന്നു പോകുന്നു കർത്താവേ. സുവിശേഷ വിരോധികൾ കർത്താവ് വളരെ പ്രയാസങ്ങളും ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു. അനേക ദൈവദാസന്മാർ ജയിലറകളിലാണ് കർത്താവേ. ഞങ്ങൾക്ക് കയറി ചെല്ലുവാൻ കഴിയാത്ത മേഖലകളിൽ അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനും അങ്ങേക്കും കർത്താവ് കടന്നു ചെല്ലുവാൻ കഴിയും. അധികാരികളോട് ദൈവം ഇടപെടണമേ കർത്താവേ, അവർക്കൊക്കെ വിടുതൽ കൊടുക്കണമേ. ഈ സത്യസുവിശേഷം കർത്താവേ, നിർമ്മല സുവിശേഷം അനേകരിൽ എത്തിക്കുവാൻ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവ് പീഡകൾ വർദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയും കർത്താവെ സഭയുടെ കർത്താവ് വ്യാപനവും സംഭവിക്കട്ടെ. അനേകർ ഈ സത്യദൈവത്തെ കണ്ടെത്തുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, നിന്റെ ദാസൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളെയും ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം കാണട്ടെ കർത്താവ്. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമ മഹത്വത്തിന് മാത്രം കാരണമായി തീരട്ടെ. അറ്റൻഡ് ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും ദൈവദാസന്മാരെയും കർത്താവെ ദാസിമാരെയും എല്ലാം അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് തന്നെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ്, നമ്മൾ പ്രാർത്ഥന കേട്ട് കരങ്ങളെടുത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ചിലപ്പോൾ നമ്മൾ ചെറിയൊരു പ്രാർത്ഥനയായിരിക്കാം, നമ്മൾ 28 സംസ്ഥാനങ്ങൾ ചില ദൈവം ചെയ്യുവാൻ, ദൈവദാസന്മാരെ ബലപ്പെടുത്തുവാൻ ദൈവദാസൻ പ്രാർത്ഥിച്ച പ്രകാരം ചിലർ ജയിലിലായിരിക്കുന്നു. അവരുടെ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ കാണാത്ത അവസ്ഥയുണ്ട്, ഭാര്യമാരുണ്ട്, മക്കളെ കാണാത്ത അവസ്ഥയുണ്ട്. എന്ന കർത്താവ് ദൂതന്മാരയച്ച്, പത്രോസിനെ ദൂതന്മാരയച്ച് കർത്താവ് കാരാഗ്രഹത്ത് പുറത്ത് കൊണ്ടുവന്നെങ്കിൽ, ശീലോസും പൗലോസും രാത്രി ആരാധിച്ച കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകിയെങ്കിൽ, ഇന്ന് രാത്രി സമയം പ്രൈം മിനിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത കാര്യം, പ്രസിഡന്റിന് ചെയ്യാൻ കഴിയാത്ത കാര്യം, ചീഫ് മിനിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത കാര്യം, പ്രത്യേകിച്ച് മിനിസ്റ്റേഴ്സ് ചെയ്യാൻ കഴിയാത്ത കാര്യം, നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം, ഒരു പ്രാർത്ഥനയുടെ ദൈവം അത്ഭുതം ചെയ്യാൻ പോകുന്നത്. ഇന്ത്യ ഒരു സുവിശേഷത്തിന്റെ രാജ്യമായി തീരുവാൻ ശബ്ദമനക്ക് ആരുമില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ഈ രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ നീർത്തോടെ ഇരിക്കുന്നു. ഇന്നത്തെ സദൃശവാക്യതാണ്, രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ നീർത്തോടെ ഇരിക്കുന്നു. രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ നീർത്തോടെ തനിക്ക് ഇഷ്ടമുള്ള ചെയ്യുന്നു. ദൈവം ഇന്ന് രാത്രി ചെറുത് ചെയ്യാൻ പോകുന്നോടത്ത് നമുക്ക് അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, ആ കുഞ്ഞുങ്ങളോടത്ത് പ്രാർത്ഥിക്കാം. എല്ലാ കുഞ്ഞുങ്ങൾ 10th and 12th ബോർഡ് എക്സാം, ദൂരത്തായ കുഞ്ഞുങ്ങൾ, അത് ആസ്ട്രേലിയയിലുണ്ട്, അമേരിക്കയിലുണ്ട്, UK-യിലുണ്ട്, USA-യിലുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയിലുണ്ട്, ആഫ്രിക്ക രാജ്യം ഇറാനിലുണ്ട്, അങ്ങനെ പല രാജ്യങ്ങളുണ്ട്, ജോർജിയയിലുണ്ട്. അവരൊക്കെ മൈനസിലൊക്കെ തണുപ്പായിരിക്കും. ദൈവത്തിന്റെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഈ 10th and 12th ബോർഡ് എക്സാം എഴുതിയിട്ട് 12th കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടി സാമ്പത്തികമായി ആത്മീയമായി ബലപ്പെടുത്താൻ വേണ്ടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതുപോലെ തന്നെ അവർ എക്സാം എഴുതി കഴിഞ്ഞാൽ തന്നെ ആ എക്സാം നോക്കുന്ന ടീച്ചേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലാബുലേഷൻ ചെയ്യുന്ന ഒന്നും തെറ്റുകൂടാതെ അത് നന്നായി ചെയ്യാൻ വേണ്ടി നമുക്ക് അല്പസമയം, അതിനുപരിയായി അസുഖമില്ലാതെ ദൈവം സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് അല്പസമയം സ്തുതിക്കാം. ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ബ്ലെസ്ഡ് സിസ്റ്റർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ കർത്താവേ, നല്ല രാത്രികാലത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വിവിധയിടങ്ങളിൽ ഇരുന്ന് കർത്താവേ, അഭിനേകങ്ങൾ മീറ്റിലൂടെ കർത്താവെ അങ്ങ് സ്തുതിപ്പാൻ തരുന്ന വിലപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യാണ് കർത്താവ്. കർത്താവിന്റെ ദാസൻ അവൻ പറയപ്പെട്ട എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, നിങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നവരായിരിക്കുന്ന ദേശങ്ങളിൽ, രാജ്യങ്ങൾക്ക് പരിപാലിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്ന കർത്താവ്. വ്യത്യസ്തമായ കാലാവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ കൃപ ധാരാളം പകരേണ്ടതിനെ പ്രാർത്ഥിക്കുന്ന കർത്താവെ. എക്സാം ടൈമിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൃപകളും ധാരാളം പകർന്ന് ആവശ്യമായ ബുദ്ധി, ജ്ഞാനം, കഴിവും പ്രാപ്തിയും കൊടുത്ത് ദൈവം മാനിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. വിദ്യാർത്ഥി ബോർഡ് എക്സാമിന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. മോഡൽ എക്സാമിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നന്നായി കർത്താവേ. എക്സാം കർത്താവെ അധ്വാനിച്ച് എഴുതുവാൻ ദൈവം സഹായിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. അധ്വാന ഫലം കാണുവാൻ ദൈവം സഹായിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഒരു വിധത്തിൽ ഒരു ക്ലേശമോ കഷ്ടമോ രോഗമോ കർത്താവേ അനർത്ഥങ്ങളൊന്നും സംഭവിക്കാൻ അനുവദിക്കാതെ വണ്ണം ദൈവരെ സൂക്ഷിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഉള്ളെങ്കിൽ വഹിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. കർത്താവേ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ കർത്താവരെ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഞങ്ങൾ അറിഞ്ഞു അറിയാതെ കർത്താവിനെ കുഞ്ഞുങ്ങൾ വിവിധ ഇടങ്ങളെല്ലാം ഒക്കെ ഉണ്ടല്ലോ കർത്താവേ, ദൈവരുടെ വഴികളെല്ലാം ദൈവം സൂക്ഷിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. നല്ല ഭാവി ദൈവർക്ക് വേണ്ടി ഒരുക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവേ, തുടർന്ന് അഡ്മിഷനായി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്ക് വേണ്ടി തക്കതായ വഴികൾ ദൈവം ഒരുക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. എൻട്രൻസ് എക്സാം ഒക്കെ എഴുതുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവേ, ആ വഴികളിലെല്ലാം ദൈവത്തിന്റെ കൃപ ഉണ്ടായിരിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ
അങ്ങയുടെ കരുതൽ കാണുവാൻ ദൈവം സഹായിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദാനിയേൽ എല്ലാ മേഖലയിലും ഉത്കൃഷ്ട മാനസനായി വിളങ്ങി നിൽക്കുന്ന പോലെ എല്ലാ മേഖലയിലും ഒരു വിളങ്ങത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ കൂടെ വെളിപ്പെട്ടുകൊണ്ട് സന്തോഷിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും കർത്താവിടെ വരുത്തേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തണുപ്പിന്റെ കാരണത്തിൽ നിന്ന് പല രാജ്യങ്ങളിലുള്ള കുഞ്ഞുങ്ങളെല്ലാം ദൈവം സൂക്ഷിക്കണേ കർത്താവെ. ആമേൻ. ഒരു കടന്നു പോകുന്ന മേഖലയൊക്കെ പഠിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം കൃപകളും ധാരാളം പകർന്ന് ദൈവരെ നടത്തേണ്ടതിനെ പ്രാർത്ഥിക്കുന്ന. ആവശ്യങ്ങളെല്ലാം മതിയെ ദൈവമായി കൂടിയിരിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. സമസ്ത വിഷയം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സുഹൃത്തുക്കൾക്കായി ജീവനെ തന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് പ്രാർത്ഥന കേട്ട് നമ്മളെ കുഞ്ഞുങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 10th 12th ചെയ്ത കുഞ്ഞുങ്ങളെ ഭാവി എല്ലാം ഓർത്തുകൊണ്ട് കരങ്ങൾ കൊടുത്ത് നമുക്ക് അല്പസമയം സ്തുതിക്കാം. നമുക്കറിയാം ജോർജിയയിലും കാനഡയിലൊക്കെ ഉള്ള കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് സ്റ്റേ ബാക്ക് ഒക്കെ ആവശ്യമാണ്, പല വിഷമങ്ങളുണ്ട്. അവരെല്ലാം ഓർത്ത്, ആസ്ട്രേലിയയിലെ കുഞ്ഞുങ്ങൾ അവരെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് അല്പസമയം ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കർത്താവ് ഇത്രത്തോളം നമ്മൾ സഹായിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ പറഞ്ഞ വിഷയങ്ങളെല്ലാം ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം. കർത്താവിന്റെ ഈ നമ്മളെ പ്രാർത്ഥന ധ്വനിയുടെ 16 ചാപ്റ്റർ ബെൻസൺ ദാനിയൽ, ബിന്ദു ബെൻസൺ ദാനിയൽ അവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് അല്പസമയം സ്തുതിക്കാം. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവദാസൻ പാഷ ജയ്സൺ നമ്മൾ മധ്യത്തിലുണ്ട്. ജയ്സൺ പാഷ് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. ഇത്രത്തോളം സമയം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ ഇടവരുത്തിയല്ലോ. അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൻസനെ കർത്താവ് ഇടവരുത്തിയത് ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. തുടർന്നും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപയോടെ ഇരിക്കട്ടെ. നെറ്റിന്റെ പ്രയാസം ഉണ്ടായതുകൊണ്ട് കർത്താവിന്റെ ദാസന്റെ വചനം ശുശ്രൂഷ കംപ്ലീറ്റ് ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിപ്പാൻ ഇടയായി തീർന്നു. ഉള്ളത് കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, നമ്മെ സഹായിക്കുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി ഇന്നും ഉള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാൻ. തുടർന്ന് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ യോഗ ലീഡ് ചെയ്യുവാൻ കർത്താവിന്റെ ദാസനെ കർത്താവ് ഇടവരുത്തിയല്ലോ. കുടുംബമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവർ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ, ദൈവിക കരുതൽ, ദൈവിക സൗഖ്യം, ദൈവിക അനുഗ്രഹം കാണുവാൻ കർത്താവ് ഇടവരുത്തിട്ട് പ്രത്യേകിച്ച് ഫ്ലാറ്റ് മാറി പുതിയ ഒരു ഫ്ലാറ്റിലേക്ക് മാറി താമസിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. അതിന്മേൽ ദൈവത്തിന്റെ കരം കാണുവാൻ, ജോലി സംബന്ധമായ വിഷയങ്ങളുമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ, കുഞ്ഞിന്റെ മകന്റെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം കാണുവാൻ കർത്താവ് ഇടവരുത്തുവാൻ പോകുന്ന ഓർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. പ്രിയ സാമചാനായി സ്തോത്രം ചെയ്യാം. പ്രിയ സാമചാനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പ്രിയ മകളുടെ അഡ്മിഷനോടനുബന്ധിച്ച് അടുത്ത ഏപ്രിലിൽ കടന്നു പോകേണ്ടതുണ്ട്. അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അടിയങ്ങളുടെ മൂത്ത മകള് 12th എക്സാം എഴുതുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. തുടർന്ന് അവർക്കും അഡ്മിഷൻ ആവശ്യമാണ്. കർത്താവിന്റെ കരം അനുകൂലമായി ചരിക്കുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. 12th 10th ബോർഡ് എക്സാം എഴുതി നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളോ മറ്റു പ്രയാസങ്ങളോ ഒന്നും പ്രിയ കുഞ്ഞുങ്ങളെ ഏശാതെ വണ്ണം ദൈവത്തിന്റെ കരം അനുകൂലമായി പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചലിക്കപ്പെടുവാൻ, ദൈവിക പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കർത്താവ് ഇടവരുത്തട്ടെ. കർത്താവിന്റെ അനുഗ്രഹങ്ങൾ എല്ലാവരുടെ മേലും ചൊരിയപ്പെടുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തുടർന്നും ഇത്രത്തോളം ഈ പ്രാർത്ഥന കർത്താവ് അനുഗ്രഹിച്ചല്ലോ. തുടർന്നും കർത്താവ് അനുഗ്രഹിക്കുവാൻ, നമ്മുടെ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുവാൻ നമ്മുടെ ബുള്ളറ്റിന്റെ പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ മുൻപിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. അനീഷ് ബ്രദറിനായി സ്തോത്രം ചെയ്യാം, സാമുച്ചാനായി സ്തോത്രം ചെയ്യാം. അവരെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതിന്റെ മുൻപിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മോട് ചേർന്ന് വളരെ ആശ്വാസമായി തീർന്നിരിക്കുന്ന പാസ്റ്റർ ടൈറ്റസിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. പ്രിയ കർത്താവിന്റെ ദാസനെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ കർത്താവ് അനുഗ്രഹിച്ച് കർത്താവിന്റെ കരം കാണുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ, ദൈവിക സന്ദർശനവും ദൈവിക അനുഗ്രഹങ്ങളും ഈ ദേശങ്ങളിൽ ഉണ്ടാക്കുവാൻ കർത്താവ് ഇടവരുത്തുവാൻ പോകുന്നവർക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിവിധ സാഹചര്യങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ വിഷയങ്ങളെയൊക്കെ കർത്താവിന്റെ കരം കണ്ട്, ദൈവിക സൗഖ്യം കണ്ട്, ദൈവിക വിടുതൽ കണ്ട്, ദൈവിക നന്മ കണ്ട്, ദൈവിക അനുഗ്രഹം കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് ഇടവരുത്തുവാൻ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഈ ദേശത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ ദേശം കർത്താവിനോട് അനുഗ്രഹിക്കപ്പെട്ടിട്ട് മധ്യപൗരസ്ത്യ ദേശങ്ങളിലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ കർത്താവ് ഇടവരുത്തുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, തന്ന് അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടുന്ന് അനുഗ്രഹിച്ചു. ഈ പുതിയ വർഷം കണ്ട് ദൈവത്തെ മുഹൂർത്തപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതയാത്രയിൽ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, തുടർന്ന് അവിടുന്ന് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൂടി വന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം എല്ലാവർക്കും വേണ്ടി അനുകൂലമായി അവിടുന്ന് പ്രവർത്തിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേക വിഷയങ്ങളെ ഓർത്ത് കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രാർത്ഥനാധ്വനി എന്ന കർത്താവെ ദൈവമേ ഹാലലി പ്രവർത്തനത്തിലൂടെ പ്രാർത്ഥിപ്പാൻ കർത്താവ് അനുവദിച്ചു. കർത്താവ് അനേകർക്ക് സൗഖ്യം വരുവാൻ, വിടുതൽ ലഭിപ്പാൻ, നന്മ പ്രാപിപ്പാൻ കർത്താവ് ഇടവരുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു.
തുടർന്നോട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശങ്ങളുമേൽ ദൈവത്തിന്റെ കരം കാണുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ നടവരുത്തുവാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൻസനും നാട്ടിൽ നിന്ന് കർത്താവ് ജോയിൻ ചെയ്യുവാൻ ഇടയായി തീർന്നു. മറ്റു പല സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഒക്കെ ഈ മീറ്റിംഗിൽ സംബന്ധിപ്പാൻ കർത്താവ് വിവിധ ദേശങ്ങളിൽ നിന്ന് അവിടെ അനുവദിച്ചതിനായി സ്തോത്രം. അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ വിഷയങ്ങളുമേ ദൈവത്തിന്റെ പ്രവൃത്തിയും ദൈവിക അനുഗ്രഹങ്ങളും കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ അവിടെ നിടവരുത്തുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അവരെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് ഒരുമിച്ച് സഹകരിച്ച എല്ലാ ദേശങ്ങളിൽ നിന്ന് കർത്താവ് ഞങ്ങളോട് ഒരുമിച്ചായിരുന്ന ഞങ്ങളുടെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെയൊക്കെ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രവർത്തനത്തിന് കർത്താവ് ഇത്രത്തോളം ആശ്വാസവും ബലവുമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. കർത്താവ് അവര് ആഗോളമായി പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൻസനായി സ്തോത്രം കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസൻ കർത്താവ് ദൈവത്തെ ശുശ്രൂഷിപ്പാൻ അവിടെ നിന്ന് വരുത്തിയുള്ള കർത്താവെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടിയുണ്ട്. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളെ കൊണ്ടുവരുമ്പോൾ കർത്താവ് ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളുടെ മധ്യത്തിലും ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി അനുകൂലമായി അവിടുന്ന് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ ദൈവമേ വറ്റിപ്പോകാത്ത ഉറവ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം കാണുവാൻ അവിടുന്ന് അനുവദിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളുടെ ദാസനെ കുടുംബം അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ പ്രവർത്തനങ്ങളുടെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയുടെ പ്രവർത്തനങ്ങളുടെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. മുൻപോട്ടുള്ള അതിന്റെ പ്രയാണങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ച് കർത്താവിന്റെ അനുഗ്രഹങ്ങൾ കർത്താവെ ദൈവമേ അവിടുന്ന് ചൊരിയപ്പെടുവാൻ അവിടുന്ന് ഇടവരുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ കർത്താവ് ഈ ഗൂഗിൾ മീറ്റിൽ കർത്താവെ തിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ ദൈവസാന്നിധ്യം കൂടി ഇരിക്കണമേ. അവരുടെ വിഷയങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ അവിടുന്ന് വരുത്തണമേ. അവർ പ്രാർത്ഥിക്കുന്ന ഞരകുന്ന വിഷയങ്ങളിന്മേൽ, കരയുന്ന വിഷയങ്ങളിന്മേൽ, ഓലോല കണ്ണുനീരൊഴുക്കുന്ന വിഷയങ്ങളിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ, ദൈവത്തിന്റെ വിടുതൽ കാണുവാൻ, ദൈവിക കരം കാണുവാൻ, ദൈവിക അനുഗ്രഹം കാണുവാൻ അവിടുന്ന് ഇടവരുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങനെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തിന്റെ അനുഗ്രഹം ദൈവത്താൽ പ്രിയമുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടിട്ട്, ദൈവത്താൽ കർത്താവ് അവർ മാനിക്കപ്പെട്ടിട്ട്, ദൈവത്താൽ ഉയർത്തപ്പെട്ടിട്ട് കർത്താവിനാൽ മാനിക്കപ്പെടുവാൻ അവിടുന്ന് ഇടവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവങ്കിലേക്ക് നോക്കി ഇവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ലജ്ജിപ്പാൻ സംഗതിയില്ലാതാതിരിക്കുന്ന ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി അനുകൂലമായി അവിടുന്ന് പ്രവർത്തിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് യോഗം ലീഡുവാൻ ഞങ്ങളുടെ അഭിഷേകത്തിനെ അവിടുന്ന് ഉപയോഗിച്ചതിനായി സ്തോത്രം. കുടുംബം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങളുമേ ദൈവത്തിന്റെ കരം കാണുവാൻ അവിടുന്ന് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഈ ഒരു വർഷം ഒരു ബുള്ളറ്റിൻ ഇറക്കുവാൻ ഉള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. അതിന്റെ മുൻപിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളോട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പ്രിയ ടൈറ്റസ് പാസ്റ്ററേയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്നായി കർത്താവെ കാര്യങ്ങൾ ചെയ്യുവാൻ, നന്നായി എഡിറ്റ് ചെയ്യുവാൻ, നന്നായി കർത്താവെ അത് പുറത്തു കൊണ്ടുവരുവാൻ, കർത്താവെ ദൈവനാം മഹത്വത്തിനായി തീരുവാൻ അവിടുന്ന് അനുവദിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങൾക്ക് തന്ന നല്ല സമയങ്ങൾക്ക് നല്ല കൂട്ടായ്മയ്ക്കുമായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെല്ലാം ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരമെടുത്ത് കണ്ടിരിക്കാനും സ്തോത്രം സമർപ്പിക്കുന്ന കർത്താവെ മുൻപോട്ടുള്ള ഗമനങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചാൽ, മുൻപോട്ടുള്ള പ്രയാണങ്ങളിൽ ദൈവിക സാന്നിധ്യവും ദൈവിക അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കണമേ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെയും ഇന്ന് വചനമൈശ്വര്യമായി ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനോട് കുടുംബത്തോടുകൂടെയും, പ്രത്യേകിച്ച് യോഗം ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസനോട് കുടുംബത്തോടും താൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളോടുകൂടെയും, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും അവരുടെ വിഷയങ്ങളോടുകൂടെയും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. മറ്റു ദേശങ്ങളിൽ നിന്ന് ഞങ്ങളോട് ഒരുമിച്ച് സഹകരിച്ച പ്രിയമുള്ളവരോടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.